ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സി ക്രാഫ്റ്റ് നെജി കമർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു റിംഗ് ആൽബത്തിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. റിംഗ് ആൽബം അല്ലെങ്കിൽ നമുക്ക് സർക്കിൾ സ്ക്രാപ്പ് ബുക്ക് ഒക്കെ പറയാം. ജസ്റ്റ് റിംഗ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലേഔട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റേത് തന്നെയാണ്. മീൻസ് ഞാനങ്ങനെ സിമ്പിളായിട്ടല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ കസ്റ്റമറിന് ഒറ്റൊരു നിർബന്ധമായിരുന്നു അത് റിങ് ഇട്ടിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ പേജും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ പേജസും പിന്നെ അതിലുപയോഗിച്ച ബാക്കിയുള്ള പേജസൊക്കെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ആ പേജിനെ കുറിച്ചിട്ടും കാര്യങ്ങളും കൂടുതലായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഇൻഷാല്ല വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ട സൈസിൽ ജസ്റ്റ് കോമ്പസ് ഉപയോഗിച്ചിട്ട് സർക്കിളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് മാക്സിമം എത്ര സൈസ് പിക്ക് വെക്കാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് നോക്കിയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ അതിന് ആ ഒരു സൈസിലും അതിൻ്റെ ചെറിയ സൈസിലൊക്കെ ആയിട്ട് ഫോട്ടോ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഹോളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം ഇവിടുന്ന് തന്നെയാണ് പ്രിൻ്റ് എടുക്കുന്നുള്ളത്. നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. പ്രിൻ്ററിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നല്ല ഗ്ലോസി ആയിട്ടുള്ള പിക്ക് നമുക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പേപ്പർ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി പേപ്പർ കട്ടറാണ്, എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നത്. അതുപോലെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ കൊടുക്കുന്ന ഈ പേപ്പേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ പറയാത്തത്. അതുപോലെ നിങ്ങൾക്ക് അത് കിട്ടുന്ന പേജസും ഒക്കെ ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രാപ്പ് ബുക്കിന് ഒന്നുകൂടി കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും ഇങ്ങനെയുള്ള പേജ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. വെള്ളം ഷീറ്റ് പിന്നെ അതുപോലെ ഒരുപാട് ടൈപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതും ചെറിയ റേറ്റിൽ തന്നെ കിട്ടുന്ന പേജസൊക്കെ ഉണ്ട്. ഇൻഷാല്ല ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും കണ്ടുനോക്ക്. അതുപോലെ ഒരുപാട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ലേറ്റസ്റ്റായിട്ട് ഒരു ലവ് ഷേപ്പ് ബോക്സ് ഇട്ടിട്ടാകുമ്പം ഒരുപാട് പേര് അതിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ബോക്സിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നോട് ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നിക്കാഹ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുന്നതാണ്. മെയിൻ ടൈമിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലേറ്റായിട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ട്രെൻഡിനനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്തേനെ. പക്ഷേ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് അതൊക്കെ സോൾവ് ആക്കിയിട്ട് റെഗുലറായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇൻഷാല്ല. അപ്പോൾ അതുവരേക്ക് എന്തായാലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ പോലെ എനിക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മൊത്തം ഷൂട്ട് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഭാഗം ആകുമ്പോഴത്തേക്കും സ്റ്റോറേജ് ഫുള്ളായിട്ട് കവർ പേജ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് തൊട്ട് മുമ്പായിട്ട് വീഡിയോ ഇതായിട്ടുണ്ടായിരുന്നു, മീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആവുന്നത്.
ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതിനാൽ തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കവർ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനാണ് കേട്ടോ തീരുമാനിച്ചത്. ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഷെയർ, ലൈക്ക്, കമൻറ്റ് ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് പാർട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ കുറച്ച് മിസ്സായിട്ടുണ്ട്. റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.